എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓട്ടട. ഇല പരത്തി തവ ചുട്ടെടുക്കുന്നതാണ് ഓട്ടട. ഞാനിവിടെ 4 അടയാണ് ഉണ്ടാക്കാൻ പോണേ. അതിനു വേണ്ടി വറുത്ത 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. തരിയില്ലാതെ നല്ല നൈസ് പൊടി വേണം എടുക്കാൻ. ഈ എടുത്ത പൊടിയിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ കുഴച്ച് കഴിഞ്ഞിട്ട് ഇടാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. അത് ഒത്തിരി ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് അതിൻ്റെ നനവ് നോക്കി വേണം. നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കാം, അല്ലെങ്കിൽ ഇത് നല്ല ചൂടാണ് വെള്ളത്തിന്, അപ്പം നമ്മുടെ കൈ പൊള്ളും. അതുകൊണ്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ കുഴച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം ഒത്തിരി നീണ്ടു പോകും. അത് ശരിയല്ല. അപ്പം അതിൻ്റെ പാകത്തിന് എടുക്കണം. ഈ പരുവത്തിൽ ഇളക്കിയെടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയി. നമുക്ക് കൈ കൊണ്ട് പിടിക്കാം. എന്നിട്ട് ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ശരിയാക്കിയെടുക്കാം. തേങ്ങാപ്പീര ഞാൻ എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര. അതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അവനവൻ്റെ പാകം അനുസരിച്ച് ശർക്കര ചീകിടണം. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതാണെങ്കിലും മതി. അല്ല, ശർക്കര ഇതുപോലെ ചീകി ഇടണം. അവനവന് എന്തുമാത്രം മധുരം വേണം അതനുസരിച്ച് എടുക്കണം. അഞ്ച് ഏലക്കായും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊടിച്ച് ഇച്ചിരി പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ്. എന്നിട്ട് പഞ്ചസാര കൂട്ടുമ്പോൾ അത് വേഗം പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാനത് അങ്ങനെ പൊടിച്ചതാണ്. അത് ഇതിനകത്തോട്ട് ഞാനിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കാൻ പോകും. മധുരം കുറവെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അന്നേരം ഇച്ചിരി ശർക്കരയും കൂടെ ചീകിയിടും. നല്ലോണം ഇളക്കണം. പാകത്തിന് മധുരം ഉണ്ടോ എന്ന് നോക്കണം. അട ഉണ്ടാക്കാനുള്ള വാഴയില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടി കുഴച്ച് വെച്ചിരിക്കുന്നത് എടുത്ത് നമുക്കിതിലോട്ട് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാം. ഈ ഇലയിലോട്ട് നമുക്ക് ഇത് പരത്താം. ഇങ്ങനെ വരുമ്പോൾ പരത്തുമ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി പോരുവാണ്. നമുക്കൊരു ശകലം വെള്ളം എടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് അത് മുക്കി ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പം കനം കുറഞ്ഞ് പരത്തി എടുക്കാം. അത് പച്ചവെള്ളമാണേലും മതി കേട്ടോ, തിളച്ച വെള്ളമൊന്നും വേണ്ട. നല്ലപോലെ കനം കുറയ്ക്കണം. നല്ലപോലെ കനം കുറച്ചാൽ മതി. ഇവിടെ കനം കുറച്ച് പരത്തി. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും ഏലക്കയൊക്കെ കുഴച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലോട്ട് ഫില്ല് ചെയ്യാം. മതി. ഇത് ഇങ്ങോട്ട് മടക്കുമ്പം അതേലും പറ്റിക്കോളും. അല്ലാതെ നമുക്ക് ഒത്തിരി മധുരം അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങ് മടക്കാം.
അതുപോലെ ബാക്കി ഇലയിൽ നമുക്ക് പരത്തി തേങ്ങയൊക്കെ ഫില്ല് ചെയ്ത് മടക്കി വെക്കാം. തവ ഞാനെടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ചുട്ടെടുക്കാം. ചൂടായിട്ടുണ്ട്. പരത്തി വെച്ചിരിക്കുന്ന അട എടുത്ത് വെക്കാം. തവ വലുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ച് വെക്കുക. ഇങ്ങനെ നടുവശം, ഈ അടയുടെ നടുവശം നടുക്കായിട്ട് വരണം. വെന്തോളും. നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ചൂട് പരന്ന ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളവും കൂടെ വെച്ച് ഇതിൻ്റെ ഒരു ഭാരം കൂടെ വെക്കുകയാണെങ്കിൽ അത് ചൂട് ഇരുന്ന് നല്ലപോലെ വെന്തോളും. ഇനി നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇളക്കി ഇടണം. ഇവിടെയൊക്കെ മുരിഞ്ഞ് നല്ലൊരു പാകമായിട്ടുണ്ട്. രണ്ടിൻ്റെ ഉണ്ടോ? അപ്പോൾ ഇനി നമുക്കിതിന് എടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ഓട്ടോയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാം.